നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുകൾ ലേലത്തിന്. തുച്ഛമായ വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് സംഘത്തിന്റെ സ്വത്തുകൾ വിറ്റഴിക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് ആരോപണം. റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ കടക്കിണിയിലായതിനെ തുടർന്ന് ലേല നടപടികളിലേക്ക്. എന്നാൽ തുച്ഛമായ വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് സംഘത്തിന്റെ സ്വത്തുക്കൾ വിറ്റഴിക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് സഹകരണ മന്ത്രിക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകി. സഹകരണ വകുപ്പ് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണകാലത്ത് സംഘത്തിന് 14 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ നൽകിയ പരാതിയിൽ പറയുന്നത്. ഒരു കാലഘട്ടമാണ് 2018 ആയപ്പോഴേക്കും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ സഹകരണ സംഘത്തിലെ ഒരു 3 അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ രംഗത്തിറക്കിയാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി CI2 നേതാക്കളാണ്. അതിനിടയിൽ ഫാക്ടറിയിൽ സമരമുണ്ടായി, ലേ ഓഫ് ഉണ്ടായി. ആ ഫാക്ടറി തകർച്ചയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അവിടെ CI2ന്റെ 3 നേതാക്കന്മാർ CK സോമനും MB ലാലും സാബു ചാലിലും ഉൾപ്പെടെയുള്ള 3 നേതാക്കന്മാരെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാക്കി വെച്ചുകൊണ്ട് ഇവർ ഭരണം തുടങ്ങി. ആ കാലഘട്ടത്തിലെ JRമാരും ARമാരും ആ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. 2018 ഈ സംഘത്തിനുണ്ടായ അറ്റ നഷ്ടം എന്ന് പറയുന്നത് 4 കോടി രൂപയാണ്. 3 കോടി രൂപ വായ്പ കേരള ബാങ്കിലുണ്ട്. അത് 2023 വരെ കാലാവധി ആയപ്പോൾ അത് 10 കോടിയായി. 2024 14 കോടിയായി. ആ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. ഈ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലൊന്നും ഇതിന്റെ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധം. ഇത് സഹകരണ മേഖലയിൽ തലയെടുപ്പോട് കൂടി നിന്ന ഒരു പ്രസ്ഥാനമാണ് മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി. 5000-ഓളം അംഗങ്ങൾ ഈ സൊസൈറ്റിയിലുണ്ട്. 5000-ഓളം അംഗങ്ങൾ അവരുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ, റബ്ബർ ഷീറ്റും ഒട്ടുപാലും ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരുന്ന ഈ സ്ഥലത്ത് അത് മുഴുവൻ നശിപ്പിക്കാൻ 2018 തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവും അതോടൊപ്പം തന്നെ സഹകരണ ഡിപ്പാർട്ട്മെന്റും കൂടി ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കിയ ഒരു കഥയാണ് മൂവാറ്റുപുഴയിലുള്ളത്. ഈ പൊതുമേഖലാ സ്ഥാപനം, സഹകരണ മേഖലയുള്ള സ്ഥാപനം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും, ശക്തമായ നടപടികൾ സർക്കാർ എടുക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇനി കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ഇന്നലെ നേരിൽ കണ്ടത്, നിവേദനം നൽകിയത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ അടിയന്തര അന്വേഷണം നടത്തണമെന്നും ലേല നടപടികൾ നിർത്തിവെക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ജില്ലാ സഹകരണ ബാങ്കിലേക്കുള്ള വായ്പാ തിരിച്ചടവിൽ 1 രൂപ പോലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭരണകാലത്ത് അടയ്ക്കാത്ത തുടർന്നാണ് ബാങ്ക് ഇപ്പോൾ സർഫാസി നിയമപ്രകാരം ലേല നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹെഡ് ഓഫീസും 5.5 ഏക്കറോളം സ്ഥലവും വ്യാഴാഴ്ച 11-ന് 540 കോടി രൂപയ്ക്ക് പൊതുലേലം ചെയ്യാനാണ് വിജ്ഞാപനം. സഹകരണ ബാങ്കുകളുടെ നിയമം അനുസരിച്ച് 3 കോടി എടുത്തിട്ടുണ്ടെങ്കിൽ 6 കോടി അടക്കേണ്ടി വരും. അതിൽ കൂടുതൽ ഒരു തുക അടക്കേണ്ടി വരില്ല. പക്ഷെ 14 കോടി രൂപ ഇവർക്ക് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സഹകരണ അന്നത്തെ JRും അന്നത്തെ ARും അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ഒക്കെ ഗൂഢാലോചന നടത്തി ഈ സംഘത്തിന്റെ ആസ്തികൾ മുഴുവൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഹെഡ് ഓഫീസായ 7.25 സെന്റ് സ്ഥലം, ആ കെട്ടിടം ഉൾപ്പെടെ കഴിഞ്ഞ 1 മാസം മുമ്പ് 3 കോടി രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വിറ്റു. പക്ഷെ ROR ലഭിക്കാത്തതുകൊണ്ട് അതിന് ആധാരം നടന്നിട്ടില്ല. പക്ഷെ ഇപ്പം നാളെ 25-ാം തീയതി ബാക്കി സ്ഥലം കൂടി വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു 20 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു സംഘം. ആ സംഘം ഇപ്പോൾ ഈ ആസ്തിയും ബാധ്യതയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഒരു ലിക്വിഡേറ്റർ വെച്ച് ബാധ്യത കൂടുതലാണെങ്കിൽ മാത്രമാണ് ലിക്വിഡേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് ആസ്തിയാണ് കൂടുതൽ. ഈ സംഘത്തിൽ മൊത്തത്തിൽ അഴിമതി നടന്നിരിക്കും. ഇത് മുഴുവൻ ഇവരുടെ ആസ്തി മുഴുവൻ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ ബഹുമാനനായ സഹകരണ വകുപ്പ് മന്ത്രി ഇന്നലെ നേരിട്ട് കണ്ടു. ഞാനും MLAയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നേരിട്ട് കണ്ടു. കേരള ബാങ്കിനോട് ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കാനും പുതിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഉടനെ തന്നെ ചുമതലയേൽപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് ആസ്തികൾ കാണിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് സാബു ജോൺ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.
പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാൻ ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, നാക് A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.